ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കുന്ന ട്രോളിംഗ് നിരോധനത്തോടെ ഷിപ്പിംഗ് ബോട്ട് തൊഴിലാളികൾ കൂടുതൽ വറുതിയിലേക്ക് പോവുകയാണ്. പ്രതികൂല കാലാവസ്ഥയ്ക്കും ഈ കപ്പൽ അപകടത്തിനുമൊക്കെ പിന്നാലെയുള്ള ട്രോളിംഗ് നിരോധനം ഇളവ് വരുത്തണമെന്നാവശ്യപ്പെട്ടെങ്കിലും സർക്കാർ ചെവിക്കൊണ്ടിട്ടില്ല. മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനോജ്, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ മത്സ്യബന്ധനം വലിയ പ്രതിസന്ധിയിലായിരുന്നു. കാലവർഷമായിരുന്നു. കാറ്റ് വീശാനുള്ള സാധ്യത, വളരെ വേഗത്തിലുള്ള കാറ്റ് വീശാനുള്ള സാധ്യതയൊക്കെ മുന്നിൽ കണ്ട് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിന് വിലക്കുണ്ടായിരുന്നു. അതിനുശേഷം നമുക്കറിയാം കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചതുമായി ബന്ധപ്പെട്ട് അങ്ങനെയും ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വളരെ പെട്ടെന്ന് ട്രോളിംഗ് നിരോധനത്തിലേക്ക് പോകുമ്പോൾ ഒരു ആശ്വാസവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്ത സാഹചര്യം കൂടിയുണ്ട്. എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുക എന്ന് പോലും അവർ വ്യക്തമാകാത്ത സാഹചര്യത്തിൽ നിൽക്കുകയാണ്. എന്തൊക്കെ വിവരങ്ങളാണ് അവിടെ നിന്നുള്ളത്? തീർച്ചയായും വീണ, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ശക്തികുളങ്ങര ഹാർബറിലാണ്. ഇനിയുള്ള 52 ദിവസക്കാലമാണ് ഈ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഇന്ന് അർദ്ധരാത്രി മുതൽ ആരംഭിക്കുന്ന ട്രോളിംഗ് നിരോധനം. ഇതിൽ ബോട്ടുകൾക്ക് വിലക്കുണ്ട്. ഫിഷിംഗ് ബോട്ടുകൾ കടലിൽ മത്സ്യബന്ധനത്തിന് വേണ്ടി പോകാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ വിലക്ക് ലംഘിച്ചാൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്നുമാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്രതികൂല കാലാവസ്ഥ, അതിനുശേഷം ഉണ്ടായ കപ്പൽ അപകടം, ഇതെല്ലാം തന്നെ വലിയ തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടാക്കുമ്പോൾ അടുത്ത ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ആ ഒരു പ്രതിസന്ധിയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന പ്രതീക്ഷയിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും ഒരു ട്രോളിംഗ് നിരോധനം വരുന്നത്. അതിലൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ അവർ നമ്മളോട് വ്യക്തമാക്കിയിരുന്നു, വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഈ സ്കൂൾ തുറന്ന ദിവസങ്ങളിലാണ് കുട്ടികൾ സ്കൂളിലേക്ക് പോകേണ്ട ആ ഒരു ദിവസങ്ങൾ, അതിനുവേണ്ട ചെലവുകളൊക്കെ അങ്ങനെ നിൽക്കുമ്പോൾ സാധാരണ മത്സ്യത്തൊഴിലാളികൾക്ക്, അതായത് ബോട്ടിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഇത് വലിയ പ്രതിസന്ധിയുടെ കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ ബോട്ട് ഉടമകൾക്കും അതുപോലെ തന്നെയാണ്, വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്നു. ഇതിനിടയിലാണ് ഈ ഒരു ട്രോളിംഗ് നിരോധനം വന്നത്. എന്തായാലും ഇത്തരത്തിലൊരു ആവശ്യം, ഇളവ് വേണമെന്നുള്ള ഒരു ആവശ്യത്തിൽ തന്നെയാണ് നിങ്ങളൊക്കെ. ഉറപ്പായിട്ടും നമുക്ക് ഇളവ് വേണമെന്ന് പറയാം. കാരണം ഒരു കപ്പലും മുങ്ങിയത് കൊണ്ട് ഞങ്ങൾക്ക് ഒരു 15 ദിവസത്തെ തൊഴിൽ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. പിന്നെ കാലാവസ്ഥയും നമുക്ക് അനുകൂലമായിരുന്നില്ല. അങ്ങനെ ഉണ്ടായ തൊഴിൽ നഷ്ടവും ഞങ്ങൾക്ക് ഈ കാലയളവിൽ ട്രോളിംഗ് നിരോധനത്തിന് ഈ 15 ദിവസം നമുക്ക് ഇളവ് തന്ന് സഹായിക്കണം. ഗവൺമെന്റ് സൈഡിൽ സഹായം ഉണ്ടാവണമെന്നാണ് ഞങ്ങളുടെ ഈ മത്സ്യത്തൊഴിലാളികളുടെയും എല്ലാ പ്രവർത്തിക്കുന്ന എല്ലാ തൊഴിലാളികളുടെയും ആവശ്യം. അതാണ് ഒരു 15 ദിവസമെങ്കിലും ഞങ്ങൾക്ക് ഇളവ് തന്നു കഴിഞ്ഞാൽ അത്രയും തൊഴിൽ നഷ്ടം ഞങ്ങൾക്ക് മേക്കപ്പ് ചെയ്ത് പോകാൻ പറ്റും. അതുകൊണ്ട് ഗവൺമെന്റ് അതിന് മുൻകൈ എടുക്കണമെന്നാണ് താല്പര്യം. തീർച്ചയായും നേരത്തെ തന്നെ, അതായത് മുൻപും ഈ ട്രോളിംഗ് നിരോധനമൊക്കെ വരാറുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് കുടുംബങ്ങൾ അനുഭവിക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടുകൾ തന്നെ അനുഭവിക്കുന്നത് മത്സ്യത്തൊഴിൽ. ഇതിന് മുമ്പ് 25 ദിവസമായിരുന്നു ട്രോളിംഗ് നിരോധനം. ഇപ്പം ഈ 52 ദിവസമാക്കിയപ്പോൾ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത്. തീർച്ചയായും 52 ദിവസം എന്നത് ചെറിയൊരു കാലയളവല്ല. പക്ഷേ ഇതിനോടനുബന്ധപ്പെട്ട വകുപ്പുകളൊക്കെ പറയുന്നത് ഇത് മത്സ്യസമ്പത്ത് വർദ്ധിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ പ്രജനന കാലഘട്ടത്തിൽ അതിൻ്റെ സംരക്ഷണമൊക്കെ ഒരുക്കി തന്നെ വലിയൊരു മത്സ്യസമ്പത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് എന്നുള്ളതാണ്. എന്നാൽ അത്തരത്തിലൊരു പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് തന്നെയാണോ ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്? അല്ല, ട്രോളിംഗ് നിരോധനത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം യഥാർത്ഥത്തിൽ ഈ ഉപരിതല മത്സ്യത്തിന് മുട്ടയിടുന്ന സമയത്ത് അടിത്തട്ടിൽ മത്സ്യം പിടിക്കുന്ന ബോട്ടുകളാണ് നിരോധിക്കുന്നത്. ഉപരിതല മത്സ്യത്തിന് ഇവിടെ എപ്പോഴും നിരോധനമൊന്നുമില്ല, അവർ മത്സ്യബന്ധനം നടത്തുന്നുണ്ട്. ഞങ്ങൾ പിടിക്കുന്ന അടിത്തട്ടിലെ മത്സ്യമാണ്. ഈ അടിത്തട്ടിൽ പിടിക്കുന്ന ഒരു മത്സ്യം യഥാർത്ഥത്തിൽ ഈ കാലയളവിലല്ല മുട്ടയിടുന്നത്. ഞങ്ങൾ പിടിക്കുന്ന കട്ടിൽ ഫിഷ് ആയാലും, സ്കുഡ് ആയാലും, ഒക്ടോപ്പസ് ആയാലും, റാണി ഫിഷ് ആയാലും, ലിസാർഡ് ഫിഷ് ആയാലും, എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഈ ഫിഷ് എല്ലാം പിടിക്കുന്ന യഥാർത്ഥത്തിലും പ്രജനനം നടത്തുന്ന നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ്. അപ്പോൾ ട്രോളിംഗ് നിരോധനമാണ് നടപ്പിലാക്കുന്നതെങ്കിൽ തീർച്ചയായും നടപ്പിലാക്കേണ്ടത് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ഈ 3 മാസത്തിൽ ഏതെങ്കിലും 2 മാസമാണ് കണ്ടെത്തേണ്ടത്. ഇതിപ്പോൾ യഥാർത്ഥത്തിൽ ഉപരിതല മത്സ്യബന്ധനമാണ് നടക്കുന്നത്, പെലാജിക് ഫിഷിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ ട്രോളിംഗ് നിരോധനത്തിൻ്റെ ഉദ്ദേശത്തെ സംബന്ധിച്ച് നമുക്ക് അത്തരത്തിലാണ് നമ്മുടെ അഭിപ്രായം. കാരണം ഇതുകൊണ്ട് ഒരു പ്രയോജനം നാളിതുവരെ ഉണ്ടായിട്ടില്ല. വർഷം എപ്പോഴും 37 കഴിഞ്ഞ് 38ാമത്തെ വർഷത്തോളമായി വരുന്നു. പരീക്ഷണാടിസ്ഥാനത്തിൽ 3 വർഷത്തേക്ക് തുടങ്ങി വെച്ച ട്രോളിംഗ് നിരോധനമാണ്. മറ്റൊന്നെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ കപ്പലപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് സംഭവിച്ചിരിക്കുന്ന ഏകദേശം 2 ആഴ്ചയോളം നമുക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. വലിയ സാമ്പത്തിക നഷ്ടം, ഉടമകൾക്ക് യാനങ്ങളിൽ നിന്നും ഉപകരണങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു. അപ്പോൾ അത്തരത്തിൽ വലിയ പ്രതിസന്ധിയാണ്. ഇത് പരിഹരിച്ചു തരാനായിട്ട് സർക്കാരിൽ നമുക്ക് കിട്ടിയത് 1000 രൂപയും 6 കിലോ അരിയുമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കൊന്നും ഇതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ പറ്റത്തില്ല. സർക്കാർ ആത്മാർത്ഥമായി ഈ മേഖലയെ സഹായിക്കാനാണെങ്കിൽ അവസാന നാളുകളിൽ ഒരു 10 ദിവസമെങ്കിലും ഈ ട്രോളിംഗ് നിരോധനത്തിൽ ഇളവ് അനുവദിച്ചു തന്നാൽ ഇത് ഞങ്ങൾക്കൊരു ആശ്വാസമാകും. മുൻകാലങ്ങളിൽ ഗവൺമെന്റുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അത് ഈ പ്രാവശ്യം ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും അതുതന്നെയാണ്. സർക്കാർ നൽകുന്ന അരിയോ അല്ലെങ്കിൽ ചെറിയൊരു ആനുകൂല്യമോ ഒന്നും
നടക്കില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ആലോചനയിലാണ്. അതിനുവേണ്ടിയാണ് സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നത്. എന്തായാലും ഈ ട്രോളിംഗ് നിരോധനത്തിൽ ഇളവ് വരുത്തണമെന്നാണ് ഇവർ ഓരോരുത്തരും വ്യക്തമാക്കുന്നത്. ഓക്കെ, ശരി മനോജ്.